കോൺഗ്രസിൽ നിയുക്ത MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം നാളെ ചേരും. പിന്തുണ ഉറപ്പാക്കാൻ സർവ്വതന്ത്രങ്ങളും ഒരുക്കിയിരിക്കുകയാണ് നേതാക്കൾ. കേന്ദ്ര നിരീക്ഷകരായി മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്നെത്തും. വിശദാംശങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസയാണ് ചേരുന്നത്. അൻഫിലിറ്റ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വി ഡി സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, 3 പേരും ആരൊക്കെ അവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ശക്തി പ്രകടനം നടത്തിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം. ഒബ്സർവേഴ്സ്, അതായത് ഹൈക്കമാൻഡിന്റെ ഒബ്സർവേഴ്സ് സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. ആരിലേക്കായിരിക്കും അവസാനം മുഖ്യമന്ത്രി പദം എത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതുതന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അമ്പിളി ആരിലേക്കാണ് ഈ 3 പേരിലേക്ക് മൂവർ സംഘത്തിന്റെ ഒരു ത്രിവർണ്ണ കൊടി തന്നെ ഉയരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഉണ്ടാകുന്നത്. ഈ 3 പേരിൽ 2 പേരെ ഒഴിവാക്കി എങ്ങനെ ഒറ്റപ്പേരിലെത്തുമെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഒരുപക്ഷെ സമീപകാലത്ത് അവർ എടുത്ത ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ അവർ ഈ ഒരു മണിക്കൂറുകളിലൊക്കെ അവർ ഏറ്റെടുക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിരീക്ഷകരായി 2 പേരെയാണ് നിയോഗിച്ചത് ഇന്നലെ AICC നേതൃത്വം. ഒന്ന് AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, മറ്റൊരു കോൺഗ്രസിന്റെ ട്രഷറർ അജയ് മാക്കൻ. ഈ 2 പേരും ഈ 2 പേരും ഇന്ന് രാത്രിയോടുകൂടി തന്നെ കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നാളെ നിയുക്ത MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം നാളെ ചേരുന്നു. ഈ യോഗത്തിൽ അവർ MLA-മാരുടെ, അതായത് നിയുക്ത MLA-മാരുടെ അഭിപ്രായം ആരായും ആ യോഗത്തിൽ നിരീക്ഷകരും കൂടി പങ്കെടുക്കും. അങ്ങനെ അവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു, ഇവരുടെ അഭിപ്രായമൊക്കെ തേടുന്നു. ഈ അഭിപ്രായം തേടിയ ശേഷം ഇതിനകത്ത് ഒരു ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആരെ എന്ന രീതിയിൽ, പക്ഷേ അതൊരു കോൺഗ്രസിന്റെ കീഴ്വഴക്കമാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഒക്കെ ഏറെക്കുറെ അങ്ങനെ ആ രീതിയിലാണ് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തത്. ആ കീഴ്വഴക്കം അതുപോലെ പാലിക്കണമെന്നാണ് മുതിർന്ന പല നേതാക്കന്മാരും പറയുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ചിട്ടവട്ടമുണ്ട്. ആ ചിട്ടവട്ടവും കീഴ്വഴക്കത്തിനനുസരിച്ച് മാത്രമേ കോൺഗ്രസിനെ മുഖ്യമന്ത്രി തീരുമാനിക്കാവൂ എന്ന് പല നേതാക്കൾ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് 3 പേരും അവരുടേതായ ന്യായവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ വലിയ രീതിയിലാണ് മുന്നോട്ട് വെക്കുക. ഇതിനിടയ്ക്ക് PR വർക്കുകൾ ഒരു ഭാഗത്ത് നടത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നിരീക്ഷകർ ഇവിടെ കേരളത്തിലെത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാന വെല്ലുവിളി, ആദ്യം അവർ നേതാക്കന്മാരെ കാണുന്നു, അതിനുശേഷം അവർ നിയമസഭാ കക്ഷി നിയുക്ത MLA-മാരെ കാണുന്നു, അതിനുശേഷം നിയമസഭാ കക്ഷി യോഗം നാളെ ചേരുമ്പോൾ അതിൽ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായം, അതിൽ ഉരുത്തിരിയുന്ന വിലയിരുത്തലുകളൊക്കെ ഏറ്റവും പ്രധാനവും നിർണായകവുമാകും. കാരണം ഈ MLA-മാർ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത്, ഇപ്പോൾ 62 MLA-മാരുണ്ടെങ്കിൽ അതിൽ 50ഓളം പേരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് KC പക്ഷം അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 50 പേരുടെ പിന്തുണ താൻ മുഖ്യമന്ത്രിയാകണമെന്ന രീതിയിൽ തന്നെയാകും പോവുക എന്ന രീതിയിലാണ് KC പക്ഷം പോകുന്നത്. മറുഭാഗത്ത് VD സതീശൻ ആ നമ്പർ, ഫിഗറാണ് 102 എന്ന ഏറ്റവും വലിയ അത്ഭുത വിസ്മയ നമ്പറിലേക്ക് എത്തിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മാത്രമായ ഒരു വിജയം എന്ന രീതിയിലേക്ക് പറയുന്നു. ആ രീതിയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, അത് ഏതെങ്കിലും രീതിയിൽ ചർച്ച വഴിതെറ്റി പോവുകയാണെങ്കിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് താൻ പോകുമെന്നൊരു സൂചനയും ഇതിനോടകം തന്നെ VD സതീശൻ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അവകാശവാദം തനിക്കാണ് എന്ന രീതിയിലൊക്കെയാണ് VD പക്ഷമൊക്കെ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം സീനിയോറിറ്റിയൊക്കെ തന്നെയും, ഏറ്റവും വലിയ സീനിയോറിറ്റി, അതോടൊപ്പം തന്നെയും തന്റെ ഭരണപരിചയവും ഒപ്പം തന്നെ സാമുദായിക പിന്തുണ, ഇങ്ങനെ ഈ ഘടകങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹം എത്തും. KC വേണുഗോപാൽ ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ AICC യോഗത്തിൽ KC വേണുഗോപാൽ പങ്കെടുക്കാതെ മാറി നിന്നു. കാരണം ആ യോഗം എന്ന് പറയുന്നത് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന യോഗം. അതിന്റെ ഒരു ഭാഗമായി KC വേണുഗോപാൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം തൽക്കാലം ആ യോഗത്തിൽ നിന്ന്, അതായത് ഈ നിരീക്ഷകരെ തീരുമാനിക്കും. 3 പേരും അവരുടേതായ ശ്രമം നടത്തും മുഖ്യമന്ത്രിയാകാനുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. യുവപ്രാതിനിധ്യം, സ്ത്രീ പ്രാതിനിധ്യം, ഒപ്പം തന്നെ മതസാമുദായിക ബാലൻസ് ഒക്കെ ഉറപ്പാക്കണം. ആ രീതിയിൽ ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അതെ, ആ സൂചനകൾ, അതാണ് ഏറ്റവും വലിയ ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ വലിയൊരു ഫാക്ടറായി തന്നെ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ UDF-നുള്ളിലേക്ക് നടക്കുന്നത്. കാരണം ഘടകകക്ഷികളെ ആദ്യം എത്ര സീറ്റുകളാണ് ഘടകകക്ഷികൾക്ക് നൽകേണ്ടത്, വീതം വെച്ച് നൽകേണ്ടത്, അതാണ് ആദ്യം തീരുമാനിക്കുന്നത് ആദ്യഘട്ടത്തിൽ. അതിൽ മുസ്ലിം ലീഗ് RSP, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഈ ലീഗിന് 5 മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന രീതിയിൽ ഒരുപക്ഷെ വാദം ഉന്നയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 5 മന്ത്രിമാർ ഉറപ്പായും കൊടുക്കും. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ
സ്ഥാനം ലീഗിന് കൊടുക്കണമെന്നൊരു വാദം ലീഗ് തന്നെ മുന്നോട്ട് വെക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. ജോസഫ് വിഭാഗത്തിൽ അവർ 6 MLA-മാരുണ്ട്, 2 മന്ത്രിമാർ വേണമെന്നൊരു വാദവും അതോടൊപ്പം തന്നെ ഒന്നുകിൽ ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനമാണ് ജോസഫ് വിഭാഗവും വാദിക്കുന്നത്. അതോടൊപ്പം തന്നെ RSPയിൽ ഒരു മന്ത്രി എന്തായാലും ഉണ്ടാകും. അത് ആരാകും എന്ന് തർക്കം, ഷിബു ബേബി ജോൺ തന്നെ ആകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനപ്പുറത്തേക്ക് ഒറ്റ ഘടകകക്ഷികൾ, അതായത് ഒറ്റ MLA-മാർ മാത്രമുള്ള ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തണം എന്നൊരു തീരുമാനവും ഒരു വിലയിരുത്തലിലേക്കൊക്കെ UDF നേതൃത്വം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ടേം അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ 2ാം പിണറായി സർക്കാർ കാലത്ത് നമ്മൾ കണ്ടതുപോലെ ടേം വ്യവസ്ഥയിലൊക്കെ ഒറ്റ ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കും എത്തും. അങ്ങനെയെങ്കിൽ CMP CP ജോൺ ഉണ്ടാകും. KK രമ RMP UDF-ന്റെ ഭാഗമല്ല എങ്കിൽ പോലും രമയെ കൂടി ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബ്, ഇത്തരത്തിലുള്ള ഒറ്റ ഘടകകക്ഷികളെ കൂടി പരിഗണിക്കുന്ന രീതിയിലും കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം അത് വീതം വെച്ച് നൽകിയതിനു ശേഷം മാത്രമേ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടാകുമെന്നല്ല, എത്ര മന്ത്രിസ്ഥാനം കോൺഗ്രസിനുണ്ടാകും, അതനുസരിച്ചാണ് കോൺഗ്രസിലെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. എല്ലാവരും ഈ ജയിച്ചു വന്നവരൊക്കെ തന്നെ പ്രമുഖരും യോഗ്യരുമായവരും യോഗ്യതയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ സാമുദായിക സമവാക്യങ്ങളാണ് കോൺഗ്രസിന് എല്ലാ കാലവും വെല്ലുവിളിയാകുന്നത്. സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി പരിഗണിക്കുമ്പോൾ പലരെ യോഗ്യരായ പലരെയും തന്നെ മാറ്റി നിർത്തേണ്ടി വരും. പക്ഷേ എങ്കിലും ഉറപ്പായും ഉള്ളത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ടാകും, മുരളീധരൻ ഉണ്ടാകും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടാകും, PC വിഷ്ണുനാഥ് ഉണ്ടാകും. ഇവരൊക്കെ തന്നെ ഒന്നാമത്തെ പട്ടികയിൽ തന്നെ 100% ഉറപ്പിച്ചിരിക്കുന്ന പേരുകളാണ്. അതോടൊപ്പം സ്ത്രീ പ്രാതിനിധ്യം എന്ന നിലയിൽ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. അതിനപ്പുറത്തേക്ക് യുവപ്രതിനിധികൾ എന്ന രീതിയിലൊക്കെ തന്നെ ചാണ്ടിയുമ്പന്റെ പേരിനൊക്കെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാത്യു കുഴൽനാടിന്റെ പേരിനുമൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഈ രീതിയിലാണ് കോൺഗ്രസിന്റെ മന്ത്രിസഭാ രൂപീകരണത്തിലെ മന്ത്രിമാരാകാനുള്ള സാധ്യതാ പട്ടികയുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിലും പരമാവധി 2 ദിവസത്തിനുള്ളിൽ ഇതിലൊക്കെ തന്നെ തീരുമാനമാകുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവർക്ക് UDF-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാർ അധികാരത്തിലെത്തണം. അത് തന്നെയാണ് കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം മുതിർന്ന നേതാക്കളും അതോടൊപ്പം ഘടകകക്ഷി നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്.